കാലത്തിന് അനുസരിച്ച് ക്രിസ്മസും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അന്ന് കണ്ട നമ്മളൊരു നാട്ടുമാവിൻ്റെ കൊമ്പിൽ തൂക്കിയ ഈ വർണ്ണക്കടലാസും ഈ മുളയുടെ തുണ്ടുകൾ ചേർത്ത് വർണ്ണക്കടലാസിൽ കെട്ടി നമ്മളൊരു നാട്ടുമാവിൻ്റെ കൊമ്പിൽ അതുകൊണ്ട് തൂക്കിയിട്ട് അതിനകത്ത് ചിമ്മിനി വിളക്ക് വയ്ക്കുകയാണ് പഴയ കാലത്ത്. അന്നിങ്ങനെ വെളിച്ചമൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് അങ്ങനെയാണ്. അത് പക്ഷേ ടെക്നിക്കലി അത് വളരെ ഇടയ്ക്ക് ചിമ്മിനി അണഞ്ഞു. ഈ മഞ്ഞ് പെയ്ത് ഈ പേപ്പർ വർണ്ണക്കടലാസ് പഴയ ക്വാളിറ്റിയാണല്ലോ, അത് പെട്ടെന്ന്. പക്ഷേ അന്ന് ആ നക്ഷത്രം കാണുന്ന അനുഭൂതിയൊന്നും ഇന്ന് എത്ര വലിയ നക്ഷത്ര വിളക്കുകൾ. ഇന്നിപ്പോൾ ആളുകൾ മത്സരിക്കുന്നത് വലിയ നക്ഷത്രം ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞാൻ കണ്ടുവരുന്നത്. പണ്ടൊന്നും അങ്ങനെയല്ല, അതിനുള്ള സാധ്യതയില്ല എന്നുകൊണ്ടാകാം ഇപ്പോഴും ആളുകൾക്ക് വലിപ്പത്തിൽ മത്സരിക്കുക എന്നുള്ളത്. ഇപ്പോഴും നമ്മളിവിടുത്തെ ആളുകൾ മാത്രമല്ല, പല രാജ്യങ്ങൾ തന്നെയും ഏറ്റവും ടോപ്പ്, ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ എയർപോർട്ട് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഒരു നാട്ടുപുറത്ത് അല്ലെങ്കിൽ ഒരു ഇത്തരം ഗ്രാമീണ മനസ്സുകളിൽ അത്തരം ചിന്ത ഉണ്ടാകുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. പിന്നെ ആളുകളുടെ ഈ വിദേശ ധനം ഇപ്പോൾ ഒരുപാട് പൈസക്കെല്ലാം ആളുകളുടെ കയ്യിലുണ്ട്. പണ്ടൊന്നും അങ്ങനെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനിഷ്ട സംഭവങ്ങളോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സമ്പത്ത് വർദ്ധിച്ച കാലത്ത് പലപ്പോഴും ഈ അരുതാത്ത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ ലഹരിയുടെ ഉപയോഗമാകാം, കുറച്ചൊക്കെ ചില പ്രദേശങ്ങളൊക്കെ അക്രമാസക്തമാകുന്നത് കാണുന്നു. പക്ഷേ അത് യഥാർത്ഥ ക്രിസ്മസിൽ നിന്നും ആ അർത്ഥം മാറിപ്പോകുന്നു. നമുക്ക് എൻ്റെ വിദേശ യാത്രകൾക്കൊക്കെ മുമ്പേ ഞാൻ ബാല്യത്തിൽ അനുഭവിച്ച ക്രിസ്മസിലൊന്നും അങ്ങനെ ഒരു 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 സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പരസ്പര ഐക്യം കുറയുന്നു മനുഷ്യർ തമ്മിൽ. കാരണം കുറച്ച് ധനം സമാഹരിക്കപ്പെടുമ്പോൾ ഇനി നമ്മൾ സെക്യൂർഡാണെന്നുള്ള ചിന്ത, മറ്റുള്ളവരെന്തുമാട്ടെ നമുക്ക് നമ്മുടെ വഴി നമുക്ക് ആനന്ദിക്കാം. അതല്ല, അത് നമ്മൾ നബിവചനത്തൊക്കെ അവർ പറയുന്നുണ്ടല്ലോ, അയലത്ത് ഒരുത്തൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുന്നത് അതൊരു യഥാർത്ഥ ആഘോഷമല്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാകുമായിരുന്നു, അയൽപ്പക്കത്തുണ്ടോ ഇല്ലയോ എന്നൊരു അന്വേഷണം ഉണ്ടാകുമായിരുന്നു. അത് മനുഷ്യർ കുറച്ചുകൂടെ കരളലിവുള്ള കാലമായിരുന്നു, ആർദ്രതയുള്ള മനസ്സുകളുടെ കാലമായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ എല്ലാം നഷ്ടപ്പെടുന്നു. നമ്മൾ പരസ്പര സഹായമോ പരസ്പരം മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. മതിൽക്കെട്ടുകൾ ഉയരം കൂടിയിരിക്കുന്നു. മതിൽക്കെട്ടുകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇന്ന് പലരും മതിൽക്കെട്ടുകൾക്ക് ഉയരം കൂട്ടുന്നതിൻ്റെ തിരക്കിലാണ്. അത്തരം കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം പൈസ കൂടുന്തോറും ഒരു ഇൻസെക്യൂരിറ്റി അവരിലുണ്ടാകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ അകറ്റി നിർത്തുക എന്നുള്ളൊരു അത്ര ഒരു മനസ്ഥിതിയും കണ്ടുവരുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നാം ഈ ക്രിസ്മസിൽ നിന്നും അത്തരം ആചാരങ്ങളിൽ നിന്നും ശരിക്കും അകന്നു പോവുകയാണ് ചെയ്യുന്നത്.